അപ്പോൾ ഇനി നമുക്ക് ഇത്തിരി സന്തോഷം പകരുന്ന വാർത്തയിലേക്ക് പോകാം. ശബരിമലയിൽ ഇന്ന് മുതൽ മാസപൂജ അതിൻ്റെ ക്ഷേത്രനട ഇന്നലെ വൈകിട്ട് തുറന്നു. അപ്പോൾ ഇന്നലെ മുതലുള്ള ഒരു പ്രത്യേകത എന്നത് ഭക്തർക്ക് കുറച്ച് കൂടുതൽ സമയം അയ്യപ്പനെ ദർശിക്കാനുള്ള ഒരു ക്രമീകരണം. അതായത് സാധാരണ നമ്മൾ ചെയ്തിരുന്നത് പോലെയല്ല, ഇടതുഭാഗത്തൂടെ കയറി ഫ്ലൈ ഓവറിലൂടെ ഇറങ്ങി മുൻപിലൂടെ വന്ന് പോകുന്ന തൊഴുന്ന രീതിയല്ല. പകരം നേരെ 18-ാം പടി കയറി നേരെ ശ്രീകോവിലിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു വരാവുന്ന ഒരു രീതിയാണ് ഇന്നലെ മുതൽ ആ ഒരു ക്രമീകരണം ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നലെയും ആളുകളുടെ തിരക്ക് കൂടിയതുകൊണ്ട് ഈ പഴയ രീതിയും കൂടി പുനഃസ്ഥാപിക്കേണ്ടി വന്നിരിക്കുന്നു. അതായത് കുറച്ചുപേരെ ഫ്രണ്ടിലൂടെ തന്നെ ശ്രീകോവിലേക്ക് കയറ്റിവിടും, കുറച്ചുപേരെ ഈ ഫ്ലൈ ഓവർ വഴിയും കയറ്റിവിടുന്ന രീതി. പക്ഷേ ഫ്ലൈ ഓവർ വഴി വരുന്നവർക്കും ഈ ശ്രീകോവിലിൻ്റെ മുന്നിലൂടെ തന്നെ എത്താനുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുതിയ ദർശന രീതി മാത്രം നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് നിലവിലത്തെ ഈ ഒരു തിരക്ക്. അത് ഈ മാസപൂജയിലെ തിരക്ക് കൊണ്ട് പോലും മനസ്സിലാക്കുന്ന. അങ്ങനെയെങ്കിൽ മണ്ഡലകാലത്ത് അത് വലിയ ബുദ്ധിമുട്ടുമാകും. എന്തായാലും പ്രസിഡന്റ് PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഈ പഴയ രീതി കൂടി വേണ്ടി വരുമെന്ന് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. തിരക്ക് കൂടിയപ്പോൾ ഞങ്ങൾ മറ്റേ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ടും നമ്മൾ ഭക്തരെ കേട്ടുന്നുണ്ട്, ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരക്ക് കൂടുമ്പോൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുകയും തിരക്ക് കുറയുമ്പോൾ പരമാവധി ഭക്തർക്ക് നല്ല ദർശനം കൊടുക്കുകയും ചെയ്യുകയും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ തിരക്ക് കൂടുന്ന സമയത്ത് നമുക്ക് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും പരമാവധി ഭക്തർക്ക്, ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ശ്രമം. അതിനെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഭേദഗതി വരുത്തുന്നതാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, സ്വാമിശരണം. ഇന്നലെ അദ്ദേഹം പ്രശാന്തിനോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ തിരക്ക് കൂടുകയാണെങ്കിൽ ഈ ഫ്ലൈ ഓവർ രീതിയും കൂടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതായത് ഫ്ലൈ ഓവറിലൂടെ ഇറങ്ങി മുന്നിലൂടെ തന്നെ കയറാവുന്ന രീതിയിൽ ആയിരിക്കും ക്രമീകരണം എന്നാണ്. അങ്ങനെയാണോ അതോ പഴയ രീതിയും ഈ പുതിയ രീതിയുമാണോ തുടരുന്നത്? ദിവിഷ്, പുതിയ ദർശനക്രമം, അതായത് 18-ാം പടി കയറി നേരെ കൊടിമര ചൂട്ടിലൂടെ അകത്തേക്ക് പോകുന്ന പുതിയ ദർശനക്രമം കൊണ്ട് മാത്രം ശബരിമലയിൽ ദർശനം സാധ്യമാകില്ല, അല്ലെങ്കിൽ അത് അതുകൊണ്ട് മാത്രം ദർശനം നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് ഇന്ന് രാവിലെ മീനമാസം 1-ാം തീയതി നട തുറന്നപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇന്നലെ 18-ാം പടി കയറി കൊടിമര ചൂട്ടിലൂടെ ഈ വശത്തു കൂടിയാണ് അകത്തേക്ക് കടത്തിവിട്ടത്. അതുപോലെ തന്നെ മറുവശത്തു കൂടി, രണ്ടു വശത്തു കൂടി കടത്തിവിട്ടിരുന്നു. അകത്തേക്ക് കയറി ഒരു 15-20 സെക്കൻഡ് വരെ ദർശനം നടത്തി പുറത്തേക്ക് പോകാൻ അയ്യപ്പ ഭക്തർക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇത് നടപ്പാക്കുന്ന കാര്യം അത് മാറ്റേണ്ടി വന്നു. കാരണം 1-ാം തീയതി വലിയ തിരക്കുണ്ടായി. അതുകൊണ്ട് തന്നെ 18-ാം പടി കയറി വരുന്നവർ ഇടത്തേക്ക് തിരിഞ്ഞ് മുൻപത്തെ പോലെ തന്നെ ഫ്ലൈ ഓവർ കയറിയാണ് ദർശനത്തിന് പോകേണ്ടി വരുന്നത്. ആ രീതി പോലീസിന് നടപ്പാക്കേണ്ടി വന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറിലൂടെയാണ് ഭക്തരെ മുഴുവനായി കടത്തിവിടുന്നത്. അങ്ങനെ കടത്തിവിടുമ്പോൾ പഴയതുപോലെ തന്നെ, അതായത് മുൻപ് ഫ്ലൈ ഓവറിലൂടെ വന്ന് നേരിട്ട് സോപാനത്തിലേക്ക്, അതായത് ഒരു 5 സെക്കൻഡിൽ താഴെയുള്ള ദർശനം കിട്ടുന്ന ആ രീതി നടപ്പാക്കേണ്ടി വന്നു. ഒപ്പം തന്നെ പുതിയ രീതി, ഈ ഫ്ലൈ ഓവർ ഇവിടെ ഈ ഭാഗത്ത് വന്ന് ഇറങ്ങുന്ന കുറച്ച് പേരെ തിരക്ക് പരിശോധിച്ച ശേഷം പോലീസ് SP-യുടെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ ഈ ക്രമീകരണം നടപ്പാക്കിക്കൊണ്ടുവരുന്നത്. അവരെ ഇവിടുന്ന് തിരിച്ച് പുതിയ ദർശനക്രമം, അതായത് കൊടിമരച്ചോട്ടിലൂടെ ഈ ബലിക്കൽ മണ്ഡപത്തിൻ്റെ അരികിലൂടെ പുതിയ ദർശനക്രമത്തിലൂടെയും അകത്തേക്ക് കയറ്റിവിടുന്നത്. അതായത് ദിവിഷ്, 2 ദർശന രീതിയും നടപ്പാക്കേണ്ടി വരുന്നു. പുതിയ ദർശന രീതിയിലൂടെ കൊടിമരച്ചൂട്ടിലൂടെ നേരിട്ട് സോപാനത്തിലേക്ക് എത്തുന്ന, കൂടുതൽ സമയം ദർശനം സാധ്യമാകുന്ന രീതി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ രീതി മാത്രം നടപ്പാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് മാത്രം നടപ്പാക്കിയാൽ വലിയ തോതിലുള്ള തിരക്ക് ശബരിമലയിൽ ഉണ്ടാകും. താഴേക്ക് വലിയ തിരക്കുണ്ടാകും. പൂജയുടെ ഭാഗമായി തുറന്നതാണ്. അപ്പോഴത്തെ തിരക്കിൽ തന്നെ ഈ 2 രീതിയും അവലംബിക്കേണ്ടി വരുന്നു. അങ്ങനെയെങ്കിൽ മണ്ഡലകാലത്ത് നമുക്കറിയാലോ എന്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. അപ്പോൾ 2 രീതിയും പറ്റുമോ, അതോ പഴയ പോലെ തന്നെ പിന്നെ ഈ ഫ്ലൈ ഓവർ രീതി അവലംബിക്കേണ്ടി വരുമോ? ഫ്ലൈ ഓവർ രീതി പൂർണ്ണമായും ഇന്ന് ഫ്ലൈ ഓവറിലൂടെ മാത്രമാണ് കടത്തിവിടുന്നത്. 18-ാം പടി കയറി നേരിട്ട് സോപാനത്തിലേക്ക് കടത്തിവിടുന്നില്ല. മാത്രമല്ല, നമുക്ക് ഈ ക്യൂ കാണുമ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ പേർ നിൽക്കുന്നതും ഫ്ലൈ ഓവറിലൂടെ എത്തുന്നതാണ്. നമുക്ക് SP സുരേഷ് കുമാർ സാർ ഇപ്പോൾ നമ്മുടെ പോകുന്നുണ്ട്. സാർ, ഫ്ലൈ ഓവറിലൂടെ അല്ലെങ്കിൽ 18-ാം പടി കയറി നേരിട്ട് സോപാനത്തിലേക്ക് പോകുന്ന രീതി കൊണ്ട് മാത്രം ശബരിമലയിൽ ക്യൂ ആ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ ആളുകളെ കയറ്റി ഒരു
ചെറിയൊരു ടൈം അതിന് വേണ്ടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇരുമുടിയായി നിൽക്കുന്നത് ഫ്ലൈ ഓവറിലൂടെ നേരിട്ട് സോപാനത്തിലൂടെ പോകുന്ന പഴയ രീതിയിലാണ് അല്ലേ? സോപാനത്തിലൂടെയും പോകുന്നുണ്ട്. അത് ഫ്ലൈ ഓവറിൽ കയറി ഏറ്റവും കൂടുതൽ സോപാനത്തിൽ കടത്തിവിടാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയും ഇന്നിപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഇന്നലെ തീരുമാനിച്ചത് ഒരു പുതിയ ദർശനക്രമം കൊടിമരച്ചോട്ടിലൂടെ അകത്തേക്ക് പോവുക. അതുകൊണ്ട് മാത്രം നമുക്ക് ഈ തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ നിയന്ത്രണം സാധ്യമല്ല. അത് തിരക്ക് കൂടിയതിൽ ഈ സോപാനത്തിൽ മാത്രമുള്ള മൂവ്മെൻറ്റ് അത്ര ഇഫക്റ്റീവായിട്ട് നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഇപ്പോഴത്തുള്ള സംവിധാനം സജ്ജീകരണം ഉപയോഗിച്ച് നമ്മൾ സോപാനം മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അതിനോടൊപ്പം തന്നെ പാരലായിട്ട് പഴയ രീതിയും കൂടി നമ്മൾ അവലംബിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്, പുതിയ ദർശനക്രമം കൊണ്ട് മാത്രം ശബരിമലയിൽ അയ്യപ്പ ദർശനം പൂർണ്ണമായും സാധ്യമാകില്ല. കൂടുതൽ സമയം ദർശനം കുറേ പേർക്കെങ്കിലും ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ കൊടിമരച്ചോട്ടിലൂടെ കടത്തിവിടുന്നത്. അതും ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും 20 സെക്കൻഡ് വരെ ദർശനം നടത്തി അയ്യപ്പനെ കണ്ടു വണങ്ങി പോകാം എന്നത് അത് സാധിക്കില്ല എന്നത് തന്നെയാണ്. അത് ട്രയലാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ട്രയൽ നടപ്പാക്കുമ്പോഴും ഇതിൻ്റെ റിയാലിറ്റി എന്നത് 2 ക്യൂ വേണ്ടി വരും. കുറച്ച് സമയം, ഒരു 5 സെക്കൻഡ് എല്ലാം ദർശനം നടത്തി പോകുന്ന പഴയ സംവിധാനം കൂടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നത് ഇന്ന് മീനമാസം 1-ാം തീയതി നട തുറന്നപ്പോൾ തന്നെ വ്യക്തമാവുകയാണ്. ശരിയാണ് പ്രശാന്ത്. ഇന്ന് തന്നെ ഇത്ര വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമാണ് മണ്ഡലകാലത്ത് പ്രതികരണങ്ങളിലാണ്. പ്രശാന്ത് ചോദിച്ചോ. അപ്പോൾ ഇന്ന് പക്ഷെ പഴയ രീതിയിൽ തന്നെ വീണ്ടും പോകേണ്ടി വരികയാണ്. അതെ അതെ, വലിയ തിരക്കാണോ? 2 മണിക്കൂറായി ക്യൂല്. പുതിയ സംവിധാനം വെച്ചിട്ട് നമ്മൾ വേഗം സെറ്റാക്കി വരാന്ന് വെച്ചാൽ അപ്പോൾ നോക്കുമ്പോഴേക്ക് ഇന്നും പഴയ സംവിധാനമാണ്. മുന്നിൽ സൈഡിൽ നിന്നുള്ള ആൾക്കാർ കയറുന്നതിനെ കൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നവർക്ക് ഇപ്പോൾ അവിടെ തന്നെ ഉള്ളു. കൂട്ടിലുമല്ല ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇന്നലെ നടപ്പാക്കിയത് കൊടിമരച്ചോട്ടിലൂടെ അകത്തേക്കായിരുന്നു. ഒരു 20 സെക്കൻഡൊക്കെ ദർശനം കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ പഴയ രീതിയിൽ തന്നെ പെട്ടെന്നൊന്ന് കണ്ട് അയ്യപ്പനെ കണ്ടു വണങ്ങി പോകേണ്ട ഒരു ക്യൂ തന്നെ വീണ്ടും നടക്കുന്നത് കാണാൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പുറത്തുനിന്ന് ഇവിടുന്ന് ആള് കയറുന്ന പ്രശ്നം. അതായത് ഒരു മര്യാദ നിയന്ത്രിക്കണം. ഇന്നിക്ക് കയറുന്ന കുറച്ച് ആളെ വിട്ട് കയറണം. അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. സമയം എവിടുന്ന വരുന്നത്? കണ്ണൂർ. ഇന്നലെ പുതിയ ഒരു ദർശന രീതി നടപ്പാക്കിയിരുന്നു. കൂടുതൽ സമയം നമുക്ക് അയ്യപ്പനെ കണ്ടു തൊഴുത് വണങ്ങി പോകാമായിരുന്നു. ഇന്നിപ്പോൾ അതിന് ആ ഒരു പുതിയ സംവിധാനം കൊണ്ട് മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കുറെ നേരം ക്യൂല് നിൽക്കുന്നു. നമ്മൾ ഏകദേശം 5:30-6 മണിയാകുമ്പോൾ എത്തുന്നു. അപ്പോൾ നല്ല ക്യൂവാ. അപ്പോൾ ഇവിടുന്ന് ആള് കയറുന്നുണ്ട്, ഈ സൈഡിൽ നിന്ന് ആള് കയറുന്നുണ്ട്. പോട്ടെ, അല്ലെങ്കിൽ അപ്പോൾ ആളെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതായത് നിവിഷ്, ഭക്തരുടെ ഏറ്റവും വലിയ ആഗ്രഹം കൂടുതൽ സമയം ദർശനം സാധ്യമാകുക എന്നതാണ്. പക്ഷേ ഈ ട്രയൽ നടപ്പാക്കിയുള്ള ആദ്യ ദിനം ഇന്നലെ വൈകിട്ട് എന്നത് 12,000 പേർ മാത്രമാണ് ഇന്നലെ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. വളരെയധികം ഭക്തർ ഇന്ന് ദർശനത്തിന് ബുക്ക് ചെയ്തിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, അതിൻ്റെ പ്രത്യേകതയുണ്ട്, അവധി ദിവസമാണ്. അപ്പോൾ ഇന്നലത്തെ പുതിയ ദർശനക്രമം ശരി പ്രശാന്ത്, ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ശ്രീകോവിലിന്റെ മുൻഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് നേരെ ഫ്ലൈ ഓവറിൽ നിന്ന് നേരെ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുന്നുമുണ്ട്. അവരിൽ നിന്ന് കുറച്ചുപേരെ ഈ മുൻപ് ഭാഗത്തൂടെ കയറ്റി വിടുന്നുമുണ്ട്. അതായത് ഇന്നലെ പ്രതീക്ഷിച്ചത് പൂർണ്ണമായും കൊടിമരച്ചോട്ടിൽ നിന്ന് കയറി, അതായത് 18-ാം പടി കയറി നേരെ വെള്ളിക്കലിന് ഇരുവശങ്ങളിലൂടെയുമായി ശ്രീകോവിലിന് മുമ്പിലേക്ക് എത്താമെന്ന നിലയ്ക്കാണ് ഇന്നലെ ആ പുതിയ ഒരു ദർശന രീതി അവലംബിച്ചത്. ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. ഭക്തർക്ക് ഒരു 20 സെക്കൻഡെങ്കിലും ദർശനം കിട്ടുന്ന രീതിയാണ് കൊണ്ടുവരുന്നതെന്നാണ്. പക്ഷേ ഈ മാസപൂജയുടെ സമയത്തെ തിരക്ക് പോലും ഈ രീതി കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ട്രയൽ റൺ എന്ന നിലയ്ക്കാണ് ദേവസ്വം ബോർഡ് അത് ഇന്നലെ പ്രാവർത്തികമാക്കിയത്. കുറച്ച് ദിവസങ്ങൾ കൂടി ശേഷം പോലീസും ഒക്കെയായി ചേർന്ന് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ സാധ്യമാണോ എന്നൊക്കെ പരിശോധിക്കും. എന്തായാലും പരമാവധി ഭക്തർക്ക് ദർശന സൗകര്യം കിട്ടുന്ന നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്.